ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു കൂടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞായിരുന്നോന്നേ. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത് കണ്ടോ. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഗ്രില്ലിട്ട് വെച്ചേക്കുന്നത്. ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്തില്ല, അതിൻ്റെ മേളിൽ നെറ്റ് ഇട്ടേക്ക് വേണേ. അതാകുമ്പോൾ പാമ്പോ അങ്ങനെയുള്ള ജീവികളൊന്നും അതിനകത്ത് കയറി അവരെ ആക്രമിക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ബാക്കി വന്ന വേസ്റ്റ് എല്ലാം വാരിക്കളഞ്ഞു. കുറേ ആക്രിസാധനം കിട്ടിയായിരുന്നു കേട്ടോ. നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്ന നമ്മുടെ തൊഴുത്തിനകത്തായിരുന്നു ഈ വേസ്റ്റ് എല്ലാം പെറുക്കി വെക്കുന്നത്. അപ്പോൾ എല്ലാ ആക്രിസാധനങ്ങളും അതിനകത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നിരത്തി ഇടണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എല്ലാം ഒരു ചാക്കിനകത്ത് ഇറക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുകൊണ്ട് ആക്രിക്കടയിൽ കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ വലിയ പൈസയും കിട്ടുവാണെങ്കിൽ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുവാണേ. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴിക്കോടിനകത്തോട്ട് പോകാവേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രില്ലിട്ടേക്കുന്നത്. ഗ്രില്ലിൽ ഫുള്ള് ഞാൻ പറഞ്ഞില്ലായിരുന്നു, പഴയ കുറച്ച് വലകൾ നമ്മൾ വാങ്ങിച്ചായിരുന്നു. ഈ റംബൂട്ടാനൊക്കെ മൂടാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് ചെറിയ ഡാമേജ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവർ സെക്കൻഡ് വിലയ്ക്ക് വിൽക്കുകയും അങ്ങനെ ഞങ്ങളൊരു 2 കിലോ വാങ്ങിച്ചായിരുന്നു. അതാണ് ഇതിനകത്ത് കവർ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഈ വല എടുത്തപ്പോഴേ നമ്മൾ പോയല്ല എടുത്തത്, അവരോട് വിളിച്ച് പറഞ്ഞ് അവർ വണ്ടിയെ കയറ്റി വിടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു അബദ്ധം പറ്റി. ഇതിൻ്റെ ഈ കണ്ണി ഇച്ചിരി വലിയ കണ്ണിയായിപ്പോയേ. അല്ലെങ്കിൽ നമുക്ക് ഈ നെറ്റൊന്നും ഇടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വല്ല പാമ്പൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളല്ലേ, അപ്പം വല്ല പാമ്പൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് ഇതുപോലെ ഈ വലയിട്ട് കവർ ചെയ്തേക്കുവാണേ. ഇതുപോലെയാണ് ഡോറ് പിടിപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ പുൽത്തൊട്ടിയായിരുന്നു, പശുക്കൂടിൻ്റെ തൊഴുത്തിൻ്റെ പുൽത്തൊട്ടിയായിരുന്നു. ഇതുണ്ടോ 3 പൈപ്പ് വെച്ചേക്കുന്നത്. അതിലായിരുന്നു നമ്മൾ പശുവിനെ കെട്ടുന്നത്. അതിന് താഴെ ഒരു ഹുക്കുണ്ട്, അതിലായിരുന്നേ. അപ്പോൾ ഈ പുൽത്തൊട്ടി ഇങ്ങനെ വെച്ചേക്കുന്നത് കഴിഞ്ഞാൽ മുട്ടപ്പരിവൊക്കെ ആയി കഴിയുമ്പോൾ ഇവർക്ക് മുട്ടയ്ക്കുള്ള പാത്രമൊക്കെ ഇതിനകത്ത് വെച്ച് കൊടുക്കാമല്ലോ. ഇതിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത് മുട്ടയിടും എന്നൊക്കെ ഉള്ള പ്രതീക്ഷ. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവരുടെ രീതി അനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ അകവേ. ഇതുണ്ട്, നല്ല സ്പേസ് ഉണ്ട് ഇവർക്ക് ഓടി നടക്കാനും എല്ലാം ചാടാനും ഒക്കെ. ഇതുണ്ട്, പറന്നൊക്കെ നടക്കുവാണ്. എന്തായാലും ഇവർ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം ഈ അറക്കപ്പൊടി ഇട്ടേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് കിടക്കും. ഈ അറക്കപ്പൊടി ഇട്ടില്ല, ചുമ്മാ സിമെൻറ്റ് തറയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഈ കാഷ്ടങ്ങളെല്ലാം വീണിങ്ങനെ അളിഞ്ഞ് ഭയങ്കര സ്മെല്ലായിരിക്കും. നമുക്ക് ഈ പരിസരത്ത് പോലും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് തന്നെയല്ല, നമുക്ക് അറപ്പ് തോന്നുകയും ചെയ്യും. ഇവരെ ഒന്ന് കയറി ഒന്ന് നോക്കാനോ ഇച്ചിരി തീറ്റ കൊടുക്കാനോ ഒക്കെ ഒരു അറപ്പ് തോന്നും. അതുകൊണ്ട് ആണ് ഈ അറക്കപ്പൊടി ഇട്ടേക്കുന്നേ. ഉണ്ടോ, അറക്കപ്പൊടി ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ട് കിടക്കുക. പിന്നെ തീറ്റയും വെള്ളം എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നമ്മൾ 2 കട്ടപ്പുറത്ത് എടുത്ത് വെച്ചേക്കുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എപ്പോഴും ചെകഞ്ഞ് തള്ളുമ്പോഴത്തേക്കും ഈ അറക്കപ്പൊടി ആ വെള്ളത്തിനകത്തോട്ട് വീണിട്ട് പെട്ടെന്ന് ആ വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ ഇവർക്ക് കുടിക്കാൻ ഇച്ചിരി പ്രയാസമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ആ കട്ടയുടെ മേളിലാണ് വെള്ളം എടുത്ത് വെച്ചേക്കുന്നത്. ഫുഡ് എന്തായാലും താഴെ തന്നെയാണ് ബാക്കി വെച്ചേക്കുന്നത്. ഇതുണ്ടോ, എല്ലാവരും ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് പോയി ഇങ്ങനെ നിൽക്കുക. പിന്നെ ഒരു ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും ഇച്ചിരി തണുപ്പും എല്ലാം കൂടുവാണെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ഇട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അതൽ സമയമാകുമ്പോഴത്തേക്ക് നല്ല എയർ സർക്കുലേഷനൊക്കെ ഉണ്ടാകും. സ്മെൽ ഒട്ടും ഉണ്ടാകത്തില്ല കേട്ടോ. അതിൻ്റെ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ മൊത്തം അടച്ച് മറയ്ക്കാണ്ട് ഈ കൂടിങ്ങനെ പഴുതേക്കുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ മൂട് ഭാഗത്ത് നമ്മൾ ഈ നെറ്റ് ഇട്ടേക്കുക. നെറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. 4 സൈഡും, 3 സൈഡും ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. ഇത് നമ്മുടെ അപ്പുറത്തെ സ്റ്റോർ റൂമാണ്. അതിനകത്താണ് മറ്റേ മുട്ടപ്പരുവത്തിനുള്ള കോഴികളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ മാത്രം ഒരു കട്ട കെട്ടിയിട്ടുണ്ട്. ബാക്കി മൊത്തം നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാകും. സ്മെല്ല് ഒട്ടും ഉണ്ടാകത്തില്ല. ഈ അടഞ്ഞു കിടക്കുമ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലായിരിക്കും. ഇത് നമുക്ക് മറ്റേ കൂടിനകത്ത് പണിതപ്പം ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പറ്റിയേക്കുന്നത്. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെ മടിയൊക്കെ പിടിച്ചിരിക്കാണ്ടേ ചെറിയ തോതിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും അത് ചെയ്യണമെന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും. അപ്പം കൂടിനകത്ത് അറക്കപ്പൊടി ഇടുന്നതും ഗ്രില്ലിടുന്നതും ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാവേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അറക്കപ്പൊടി ഇടുന്നതും കുഞ്ഞുങ്ങളെ പിടിച്ചിടുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.